الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 240 അൽ-ബഖറ സൂറത്തിൽ നിന്നുള്ള 38-ാമത്തെ ആയത്ത് മുതൽ എടുക്കും. നാം ഏവരെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച കൂട്ടത്തിൽ പഠിച്ചട്ടെ. അവൻ്റെ സാലിഹ്യങ്ങളായ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളിൽ അല്ലാഹു നാം ഏവരെയും പെടുത്തി നമ്മളെ സുഖസുന്ദരമായ ജീവിതത്തിന് അർഹരാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 38-ാമത്തെ ആയത്ത് ഖുൽനാഹ്ബിത്തു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ എന്ന് തുടങ്ങുന്ന ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽനാഹ്ബിത്തു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമ്മൾ പറഞ്ഞു, അല്ലാഹുതആല പറയാണ്, നമ്മൾ പറഞ്ഞു, എഴുതിത്തു നിങ്ങൾ ഇറങ്ങിപ്പോകണം മിൻഹായി സ്വർഗത്തിൽ നിന്ന്, ജമിയാൻ നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോകണം എന്ന് പറഞ്ഞാൽ ആദം നബിയും ഹവ്വാവും, പിന്നെ നേരത്തെ പറഞ്ഞതിൽ ഇബ്ലീസും എല്ലാം ഉണ്ട്. കുല്ലാഹിത്തു എന്നുള്ള ആയത്ത് മുമ്പ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഇബ്ലീസും പെട്ടു. ഇപ്പോൾ ഇഹ്ബിത്തു എന്ന് പറഞ്ഞ ബഹുവചനം ഇവിടെ പറഞ്ഞത് ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും അവർക്കുണ്ടാകുന്ന സന്താന പരമ്പരകൾ, അവർക്ക് ഉണ്ടാകുന്ന സന്താനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും ജമിയാൻ എല്ലാവരും ഇറങ്ങി പോകണം ഈ സ്വർഗത്തിൽ നിന്ന്. ഇപ്പൊ ഇമ്മായത്തിയെന്നക്കും മിന്നീ ഹുദൻ, നിങ്ങൾക്ക് വരുമ്പോൾ, മിന്നി എന്നിൽ നിന്ന് ഹുദൻ സന്മാർഗം വരുമ്പോൾ, സന്മാർഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനും ആ പ്രവാചകന് നൽകുന്ന ഒരു കിതാബും കൂടി, അതാണ് സന്മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫമൻ തബിഅ ഹുദായ, എൻ്റെ ആ സന്മാർഗത്തോട് ആര് പിൻപറ്റിയോ എന്ന് പറഞ്ഞാൽ ആ റസൂലിനെയും ആ കിതാബിനെയും ആര് പിൻപറ്റുന്നോ അവര് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല, വലാഹും യഹ്സനൂൻ, അവരെ ദുഃഖിക്കേണ്ടിയും വരില്ല. അവർക്ക് ദുഃഖിക്കാനോ ഭയപ്പെടാനോ ഒന്നും ഒരു അവകാശം ഉണ്ടാവില്ല, ദുഃഖിക്കേണ്ടി വരില്ല, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകില്ല. ദുഃഖിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടുന്ന ഒരു രംഗം ഉണ്ടാകില്ല എന്ന് അല്ലാഹു തീർത്ത് പറയാം. അതായത് അല്ലാഹുവിൻ്റെ അവര് ഇവിടുന്ന് പഴം പറിച്ചു അങ്ങനെയൊക്കെ ആദം നബിയോടും ഹവ്വാ റളിയല്ലാഹു അൻഹയോടും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി അല്ലാഹു പറയുന്നു. ആ പറയുമ്പോൾ കൊടുക്കുന്ന നിർദ്ദേശമാണ്, എൻ്റെ ഹുദ നിങ്ങൾക്ക് വരുമ്പോൾ ആ ഹുദയോട് പിൻപറ്റണം, ആ ഹുദ അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രവാചകനും ആ ഹുദയും കിതാബും. ഇനി പ്രവാചകൻ ആദം നബി ഉള്ളത് കൊണ്ട് വരില്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് തരുന്ന നിയമവ്യവസ്ഥകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടാനോ ദുഃഖിക്കാനോ യാതൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നർത്ഥം. ഇതിൻ്റെ തഫ്സീർ ഭൂമിയിലേക്ക് ഇറങ്ങി പോവാൻ വേണ്ടി അല്ലാഹു വീണ്ടും ആജ്ഞാപിക്കുകയാണ്. അത് തൈക്കീദിന് വേണ്ടിയാണ്. വലിയ ബയാനി അന്ന ഇഖാമത്ത് ആദം ദുർരിയ്യത്തഹു ഫിൽ അർളി, ഭൂമിയിലാണ് ആദം നബിയുടെയും സന്താനങ്ങളുടെയും ജീവിതം ഇനി മുതൽക്ക് ലാ ഫിൽ ജന്നത്തി, സ്വർഗത്തിലല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ്.
ഇമ്മായി എഴുത്തിയെന്നക്കും മിന്നി എൻ്റെ വക്കൽ നിന്ന് വരുമ്പോൾ വരുമ്പോൾ, അതായത് റസൂലിനെ ഞാൻ അയക്കുന്ന റസൂൽ നിങ്ങൾക്ക് വരുമ്പോൾ, ഇപ്പോൾ ആദം നബി ഉണ്ടാവും, ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ റസൂലിനെ അയക്കുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ കിതാബും നൻസലഹുയിലേക്കും, ഞാൻ നിങ്ങൾക്ക് ഇറക്കുന്ന കിതാബും ഇറക്കി തരുന്ന കിതാബും നിങ്ങൾക്ക് വരുമ്പോൾ, മൻ ആമന ബി, എന്നെ കൊണ്ട് വിശ്വസിച്ചവരും അമിത താഴ്ത്തി എൻ്റെ ആ കിതാബ് അനുസരിച്ച് എനിക്ക് വഴിപ്പെടുന്നവരും, ലായനാലും ഖൗഫും വലാഹസുൻ, അവർക്ക് ഭയമോ അല്ലെങ്കിൽ ദുഃഖമോ ഉണ്ടാവേണ്ട സാഹചര്യം ഉണ്ടാവില്ല. ആഖിറത്തിൽ, പരലോകത്ത് അങ്ങനെ വരുമ്പോൾ ഒന്നും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് 38-ാമത്തെ ആയത്താണ്. 39-ാമത്തെ ആയത്ത്, വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന കഫറൂ, എന്നെ വിശ്വസിക്കാത്ത ആളുകൾ, കദ്ദബൂ, അവർ തള്ളിപ്പറയുകയും ചെയ്തു, ബിആയാതിനാ, എൻ്റെ ആയത്തുകൾ അവർ കളവാക്കി അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ എന്നിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടില്ല. അവരും വിഗ്രഹാരാധനയും മറ്റുള്ള ദുർനടപടികളും വിശ്വാസവുമായിട്ട് മുന്നോട്ട് നീങ്ങി എൻ്റെ ആയത്തുകളെ വിശ്വസിക്കുകയോ ഒന്നും, ആയത്തെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കൃതികളാണ്, കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള ഖുർആനെ സംബന്ധിച്ച് അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തിയൊക്കെ ചെയ്ത ആളുകൾ, എന്നിൽ വിശ്വാസമില്ല, എന്നിൽ വിശ്വസിക്കുന്നുമില്ല, ഖുർആനെ സംബന്ധിച്ച് അനാവശ്യ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഉലൈക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ. ഉലൈക, അങ്ങനെയുള്ള ആളുകൾ, അസ്ഹാബുന്നാരി, നരകാവകാശികളാണ്, ഹും, അവർ ഫീഹാ, നരകത്തിൽ, ഖാലിദൂൻ, സ്ഥിരമായി അവിടെ താമസിക്കേണ്ടവരാണ്. അവർക്ക് അവിടുന്ന് ഹുദൂദുണ്ട്, അവരവിടുന്ന് പുറത്തു പോരില്ല ആ നിലയിൽ. അപ്പോൾ ഞാൻ ഇറക്കിയ ആയത്തുകളെ ഖുർആനിനെ നിഷേധിക്കുകയും എന്നിട്ട് അവര് ദുർനടപടികൾ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വിശ്വാസമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയ ആളുകൾ, അവരും മുഖല്ലദൂന ഫിൽ ജഹീം, നരകത്തിൽ അവർ ശാശ്വതമായി ജീവിക്കേണ്ടവരും ആകണമെന്നാവുന്നില്ല. പടച്ചവൻ അതിനെ തൊട്ട് നമ്മെ അവരെയും രക്ഷിക്കട്ടെ. ആമീൻ. നാൽപ്പതാമത്തെ ആയത്ത്, يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون. يا بني إسرائيل, ഇസ്രായേൽ സന്തതികളെ. ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ് ഇസ്രായേൽ എന്നുള്ളത്. യാക്കൂബ് നബിൻ്റെ സന്താന പരമ്പരയ്ക്കാണ് ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമുണ്ട്, അതിലുള്ള ആളുകളെ എന്നല്ല വിളിക്കുന്നത്. ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കൾ. അപ്പൊ ബനി ഇസ്രായേലിന്റെ കണ്ടമാനം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ബനി ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഉദ്കുറൂ, നിങ്ങൾ ഓർക്കുകയും നിഅമത്തി, ഞാൻ ചെയ്ത നിഅമത്തുകളെ, ഞാൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ഓർക്കണം. അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ എന്താണോ അതിനെ നിങ്ങൾ ഓർക്കണം. വൗഫൂ, നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക, ബിഅഹ്ദി, എൻ്റെ കരാറിന്, എന്നോടോ ഞാനുമായിട്ടുള്ള കരാറിന്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഊഫി ബിഅഹ്ദിക്കും, നിങ്ങളോട് ഞാൻ ചെയ്ത കരാറിനെ ഞാൻ പൂർത്തിയാക്കി. വയ്യായ, എന്നെ മാത്രം നിങ്ങൾ നിങ്ങൾ ഭയപ്പെടുക. അപ്പോ യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലത്തി, ഉദ്കുറൂ, നിങ്ങൾ ഓർക്കണം, നിഅമതി, എൻ്റെ നിഅമത്തുകളെ.
അല്ലത്തി എങ്ങനെയുള്ള അനുഗ്രഹങ്ങളാണ്? നിഅമത്ത് പറഞ്ഞാൽ അനുഗ്രഹം. അന്നംത്ത് അലൈക്കും നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങളായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. വൗഹൂബിഅഹ്ദി നിങ്ങൾ എന്നോട് ചെയ്ത കരാറിനെ നിങ്ങൾ പൂർത്തീകരിക്കണം. അങ്ങനെ ചെയ്താൽ ഊഫിബിഅഹ്ദിക്കും നിങ്ങളുമായുള്ള കരാറിനെ ഞാൻ പൂർത്തീകരിക്കും. വയ്യായ ഫർഹബൂൻ എന്നെ മാത്രം നിങ്ങൾ പേടിക്കണം, ഭയപ്പെടണം. ഇതിന്റെ തഫ്സീർ യാ ഔലാദ ബനി ഇസ്രായീൽ യാ ഔലാദൻ നബി സ്വാലിഹായ നബി യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളെ എന്ന് വിളിച്ചു പറയാണ്. സ്വാലിഹായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളെ എന്നാണ് അർത്ഥം. യാ ബനി ഇസ്രായീൽ എന്ന് പറയുന്നത്. ഉദ്കുറൂ നിങ്ങൾ ഓർക്കണം, മാ അൻഅംതു അലൈക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളെ, വഅലാ ആബായിക്കും നിങ്ങളുടെ പൂർവികന്മാർക്കും ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ, നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പാപ്പന്മാർക്കും ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കണം. മിൻ നിഅമിൻ ലാ തുഹദ്ദു വലാ തുഅദ്ദു വലാ തുഹ്സാ അതിനെ എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത അത്ര അധികം നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്. ആരാ? ഉപ്പാപ്പന്മാരാരാ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, ഇങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് അല്ലാഹു നിഅമത്ത് ചെയ്തു. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബിക്ക് 2 സന്താനങ്ങൾ. ഇബ്രാഹിം നബി അത് ഒന്ന് ഇസ്ഹാഖും ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ 2 സന്താനങ്ങളിൽ ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയായിട്ടാണ് യാക്കൂബ് അലൈഹിസ്സലാമും സന്താനങ്ങളും വന്നിട്ടുള്ളത്. ഈ യാക്കൂബ് നബിയുടെ സന്താനങ്ങളിൽ കണ്ടമാനം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഈ ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ഇസ്ഹാഖ് നബിയും ശേഷമുള്ള പ്രവാചകന്മാരും, യാക്കൂബ് നബി, ഇസ്ഹാഖ് നബിയാണ് വല്ലിപ്പ, നേരെ വല്ലിപ്പ ഇസ്ഹാഖ് നബിയാണ്. അതിൻ്റെ ശേഷം പിന്നെയുള്ള വല്ലിപ്പ ഇബ്രാഹിം നബിയാണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ഈ ഉപ്പാപ്പമാർക്ക് അല്ലെങ്കിൽ പൂർവീകന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ഇബ്രാഹിം നബിയും മകൻ ഇസ്ഹാഖ് നബിയും പിന്നെ യാക്കൂബ് അലൈഹിസ്സലാം, ഇങ്ങനെ 2 ഉപ്പാപ്പന്മാരും ഒന്ന് പിന്നെ പിതാവാണ് ആ യാക്കൂബ് നബി. പിതാവിന്റെ സന്താനങ്ങളെ വിളിച്ച് പറയുമ്പോൾ ആ പിതാവ് എന്ന് പറഞ്ഞതിൽ യാക്കൂബ് നബി പെട്ടു. പിന്നെ ഉപ്പാപ്പമാര് എന്ന് പറഞ്ഞതിൽ ഇസ്ഹാഖ് നബിയും ഇബ്രാഹിം നബിയും പെട്ടു. ഇവർക്കെല്ലാം ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾ അതിനെ എണ്ണി കണക്കാക്കാൻ കഴിയില്ല, അത്രയുമുണ്ട്. വധു നിങ്ങൾ വീട്ടണം. മാ ആഹത്തുമൂനി എന്നോട് നിങ്ങൾ ചെയ്ത കരാറ്, അലൈ മാ ഒന്നിന് ഒരു കരാറിന്, ആഹത്തുമൂനി നിങ്ങൾ എന്നോട് ചെയ്ത കരാറിന്, അലൈഹി ആ കരാറിന്, വധു നിങ്ങൾ വീട്ടണം. മാ ആഹത്തുമൂനി അലൈഹി നിങ്ങൾ എന്നോട് ചെയ്ത കരാറിന്. അതെന്താണ് കരാറ്? മിനൽ ഈമാൻ, ഈമാൻ വിശ്വസിക്കാം. നബി വരുമ്പോൾ നബിയെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. താഴത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്നെ വഴിപ്പെടുകയും ചെയ്യും എന്ന് കരാറ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഊഫി ബിഅഹ്ദിക്കും ഞാൻ നിങ്ങളോട് ചെയ്ത കരാറിനെ ഞാൻ പൂർത്തീകരിക്കും. ഐ ബിമാ ആഹത്തുക്കും അലൈഹി ഞാൻ നിങ്ങളോട് ചെയ്ത കരാറിനെ. അതെന്താണ് നിങ്ങളോട് ചെയ്ത കരാറ്? നിങ്ങൾക്ക് നല്ല പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തരും. ഞങ്ങൾ ചെയ്ത കരാർ എന്താ? നിങ്ങൾ ഈമാൻ കൈക്കൊള്ളാമെന്നും റസൂലിനെ കൊണ്ട് വിശ്വസിക്കാം, മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കുകയും മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആനിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യാം എന്നുള്ള നിർദ്ദേശങ്ങൾ നിന്നുന്ന കരാറ്, എന്നയുമായി ചെയ്ത കരാറ് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ
നിങ്ങളോടുള്ള കരാറിനെ ഞാൻ പൂർത്തീകരിക്കാം. ആ കരാർ ഏതാ? നിങ്ങൾക്ക് നല്ലതായ പ്രതിഫലം തരും എന്നുള്ളത്, നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്നുള്ളത്. അത് ഞാൻ പൂർത്തീകരിക്കാം എന്ന് അല്ലാഹു തആല പറയാണ്. യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും ഊഫി ബിഅഹ്ദി ഊഫൂ ബിഅഹ്ദി. ഊഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും വയ്യായ ഫർഹബൂൻ യഖ്ശൗനി. ഈ ഫർഹബൂൻ എന്ന് പറഞ്ഞാൽ യഖ്ശൗനി എന്നർത്ഥം. എന്നെ മാത്രം, എന്നെ പേടിക്കൂ. ദൂനവൈദി, മറ്റുള്ള ആരെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. പിന്നെ 41 വാമിനൂ ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകൂനൂ വലാ കാഫിരിൻ ബിഹി വലാ തശ്തറൂ ബിആയാതി ثمنا قليلا വയ്യായ ഫത്തഖൂൻ. വാമിനു, നിങ്ങളെ വിശ്വസിക്കുക. ബിമാ അൻസൽതു, ഞാൻ ഇറക്കി തന്നത് കൊണ്ട്. മുസദ്ദിഖൻ ലിമാ മഅക്കും, ഞാൻ ഇറക്കി തന്നത് ഏതാ? ഖുർആനാണ്. അതിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ ഖുർആനെ സംബന്ധിച്ച് തോന്നിവാസം പ്രചരിപ്പിച്ചത് മുന്നോട്ട് നീങ്ങാൻ പാടില്ല. ഞാൻ ഇറക്കി തന്ന ഖുർആനിൽ നിങ്ങൾ പരിപൂർണമായും വിശ്വസിക്കണം. മുസദ്ദിഖൻ ലിമാ മഅക്കും, മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോട് കൂടിയുള്ളതിനെ നിങ്ങൾ വാസ്തവമാക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള കിതാബുകൾ നിങ്ങളുടെ അടുത്ത് ഉള്ളതാണ്. അതിനെ നിങ്ങൾ സത്യസന്ധമാണെന്ന്, അത് ശരിയാണെന്നും നിങ്ങൾ വിശ്വസിക്കണം. അതിനെ തള്ളിക്കൊണ്ട് ഖുർആനെ വിശ്വസിക്കല്ല. ഖുർആനിനെ നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടെ നിങ്ങളുടെ അടുത്തുള്ള കിതാബുകൾ ഏതൊക്കെ, അതിനെ നിങ്ങൾ വിശ്വസിക്കണം. അത് തൗറാത്താണ്. അതാണ് മുസദ്ദിഖൻ ലിമാ മഅക്കും. അപ്പൊ തൗറാത്തിനെ നിങ്ങൾ പരിപൂർണമായും അംഗീകരിക്കണം. തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹഖാണ്, വാസ്തവമാണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പിന്നീട് ഖുർആനിനെ പറ്റിയും നിങ്ങൾ വിശ്വസിക്കണം. തള്ളി പറയാൻ പാടില്ല. എല്ലാം ദൈവിക ഗ്രന്ഥമാണ്. വലാ തകൂനൂ, നിങ്ങൾ ആവരുത് അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ഇതുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളിൽ ആദ്യത്തവരാകാൻ പാടില്ല. ഇതിനെ നിഷേധിക്കുന്നവരിൽ ആദ്യത്തെ ആളുകൾ നിങ്ങൾ ആവരുത്. അവ്വല കാഫിരിൻ ബിഹി. പിന്നെ ആരാവണം? നിങ്ങൾ അവ്വല കാഫിറായിട്ട് വരാൻ പാടില്ല. നിങ്ങൾ അവ്വല മുഅ്മിനാവണം. ആദ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നിങ്ങളാവണം എന്നാണ് അവരോടുള്ള ആജ്ഞ. ആദ്യത്തിൽ നിഷേധിക്കുന്ന ആളുകൾ നിങ്ങളാവരുത്. നിങ്ങൾ വാങ്ങരുത് ബിആയാതി, എൻ്റെ ആയത്തുകളെ. സമനം കളീലൻ, കുറഞ്ഞ വിലക്ക് നിങ്ങൾ വാങ്ങരുത്, അല്ലെങ്കിൽ വിൽക്കരുത്. വയ്യായ എന്നെ മാത്രം നിങ്ങൾ ഫത്തഖൂൻ, നിങ്ങൾ എൻ്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെല്ലാം നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മുസദ്ദിഖൻ ലിമാ മഅക്കും. ഇവിടുത്തെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഖുർആൻ നദി, ഖുർആൻ നദി എന്നാണ്. ആൻസർത്തു എന്ന് പറഞ്ഞാൽ ബിമാ അൻസർത്തു, ആമിനൂ ബിമാ അൻസർത്തു, ഞാൻ ഇറക്കി തന്നതിന് നിങ്ങൾ വിശ്വസിക്കണം. അത് ഖുർആനാണ്. അങ്ങനെ ഖുർആനിലത് മുസദ്ദിഖൻ ലിമാ മഅക്കും, നിങ്ങളോട് കൂടെയുള്ളതിന് തസ്ദീഖ് ചെയ്യുന്ന വിധത്തിൽ, നിങ്ങൾ വാസ്തവമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന വിധത്തിൽ. അതേതാണ് നിങ്ങളോട് കൂടുതൽ തൗറാത്താണ്. ഫീ ഉമൂരി തൗഹീദ് വന്നുപത്തി, തൗഹീദിന്റെ കാര്യത്തിലും, അതായത് ഏകദൈവ വിശ്വാസത്തിലും പിന്നെ പ്രവാചകത്വത്തിന്റെ കാര്യത്തിലും നിങ്ങൾ അതിനെ വിശ്വസിച്ച് തസ്ദീഖാക്കണം. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. വലാ തകൂനൂ അവ്വല കാഫിരിൻ ബിഹി അവ്വലു മൻ കഫറ മിൻ അഹ്ലിൽ കിതാബി, അഹ്ലുൽ കിതാബുകളിൽ നിന്ന് ആദ്യമായിട്ട് കാഫിറാവുന്ന, നിഷേധിക്കുന്ന ആളുകളിൽ നിങ്ങളാവരുത്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബുകൾ നൽകപ്പെട്ട അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ജൂത ക്രിസ്ത്യാനികളാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. ജൂതന്മാർക്ക് നൽകപ്പെട്ട കിതാബാണ് തൗറാത്ത്. അത് മൂസ നബിയുടെ കൗമാണ്. പിന്നെ മറ്റ് ഇഞ്ചീല് ഈസ നബിക്ക് നൽകപ്പെട്ട കിതാബാണ്. അത്
അപ്പോൾ ഈ രണ്ട് വിഭാഗവുമാണ്, അവരാണ് നസാറാക്കൾ എന്ന് പറയുന്നത്. ഈ രണ്ട് വിഭാഗവും ഹക്കിന്റെ പേരിൽ ഹക്കായ മതമായിരുന്നു. ആ മതം പക്ഷേ നിങ്ങളുടെ കാലത്ത് ഖുർആൻ വന്നു കഴിഞ്ഞാൽ ഖുർആനിൽ വിശ്വസിക്കണം, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കണം എന്നുള്ള നിർദ്ദേശം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവര് ഇത് വിശ്വസിക്കാതിരുന്നാൽ ഇവര് കാഫിറായി, ഇവര് കുഫിരിയത്തിലാണ്. അങ്ങനെ നിങ്ങൾ ആവരുത്. ആദ്യം കാഫിറാവുന്ന അഹ്ലു കിതാബുകളിൽ നിന്ന് കാഫിറാവുന്ന ആളുകൾ ആവരുത് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ കടമ എന്താണ്? ഹക്കും അന്തക്കൂന് അവലമെന്നാണ്. ആദ്യമായിട്ട് അഹ്ലു കിതാബുകളിൽ നിന്ന് ആദ്യമായി ഈമാൻ കൈക്കൊള്ളുന്ന ആളുകളാവണം നിങ്ങൾ എന്നാണ് ഈ ആയത്തിലുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത്. ഒരാഴ്ചറൂപിയായാറ്റി സമനം എൻ്റെ ആയത്തുകളെ നിങ്ങൾ പകരമാക്കരുത്, സമനം കലീലൻ കുറഞ്ഞ വിലക്ക്, ലാതസ്തബ്ദിലൂബിയായാത്തിൽ ബയ്യിനാത്തി എൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പകരമാക്കരുത്. അല്ലത്തി അൻസൽതുഹായിലൈക്കും നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്നതായ ഈ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ നിങ്ങൾ പകരമാക്കരുത്. അതിനു പകരം നിങ്ങൾ ഹത്താമത്തുന്യ അൽഫാനിയായി നശിച്ചു പോകുന്ന ദുന്യാവിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് നിങ്ങൾ അത് വില കൊടുത്തുകൊണ്ട് ഇതിനെ നിങ്ങൾ വിൽക്കരുത്. വയ്യായ എനിക്ക് മാത്രം വത്തഖൂൻ, എന്നെ മാത്രം നിങ്ങൾ സൂക്ഷിക്കുക, ഭയപ്പെടുക. ഞാനല്ലാത്തവർ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പിന്നെ 42-ാമത്തെ ആയത്ത് വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിൽ, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിൽ, ഹഖിനെ നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, ബിൽ ബാതിൽ, ഈ ബാതിലിനോട്. ഹക്കായ കാര്യങ്ങൾ, അതായത് ഹക്കായ കാര്യങ്ങളെ നിങ്ങൾ ബാത്തിലായ കാര്യങ്ങളോട്, ബാത്തിൽ എന്ന് പറഞ്ഞാൽ നിരർത്ഥമായ കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തരുത്. വതക്തുമുൽ ഹഖ്ഖ, ഹക്കിനെ നിങ്ങൾ മറച്ചു വെക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സ്ഥിതിയിൽ. ലാ തഖ്ലിത്തുൽ ഹഖ്ഖ, അതിൻ്റെ തഫ്സീർ ലാ തഖ്ലിത്തുൽ ഹഖ്ഖ. ലാ തൽബിസു എന്ന് പറഞ്ഞാൽ, ലബിസ എന്ന് പറഞ്ഞാൽ ഖലത്ത എന്നാണ് മീനിങ്. തഖ്ലിത്തു, നിങ്ങൾ കൂട്ടിക്കലർത്തരുത്. ഹഖ, ഹക്കിനെ അൽ മുനസ്സലാണ് അല്ലാഹി ബിൽ ബാത്തിൽ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇറക്കിയ വഹീകളും ഖുർആനുമാണ് ഹഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ നിങ്ങൾ ബാത്തിലുമായിട്ട് കലർത്തരുത്. അല്ലദീ തഖ്തരിഊനഹു, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ബാത്തിൽ, നിരർത്ഥമായ കാര്യങ്ങൾ. അതുമായി കൂട്ടിക്കലർത്തരുത്. തൗറാത്തിനുള്ളതിനെ നിങ്ങൾ മാറ്റിമറിക്കുകയും ചെയ്യരുത്. തൗറാത്തിലും ഇന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം അവർ മാറ്റിമറിക്കുകയുണ്ടായി. അത് മറിഞ്ഞപ്പോൾ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ബിൽബഹുത്താനി, കളവ് കൊണ്ട് നിങ്ങൾ അതിനെ മാറ്റിമറിക്കരുത്. അല്ലതീ തഫ്തറൂനഹു, നിങ്ങളതിനെ കെട്ടിയുണ്ടാക്കുക, നിങ്ങളുടെ വകയായിട്ട് കെട്ടിയുണ്ടാക്കിയ കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കലർത്തിയിട്ട് അത് ചെയ്യരുത്. നിങ്ങൾ ഒരാഫി കിതാബിക്കും, നിങ്ങളുടെ കിതാബിലുള്ളതിനെ നിങ്ങൾ മറച്ചു വെക്കരുത്. കിതാബിൽ പറയപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഔസാഫ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ വരാനിരിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് തൗറാത്തിലും മറ്റും. ആ തൗറാത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കരുത്. നിങ്ങൾക്കറിയാം അതെല്ലാം ഹഖാണെന്നറിയാം. നിങ്ങൾ ഈ മറച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്നും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യരുത്. നബിയുടെ ഔസാഫുകളും മറ്റും നിങ്ങളോട് പറയപ്പെട്ട നിലയിൽ അതിനെ നിങ്ങൾ വിശ്വസിച്ച് കണക്കിലെടുത്തുകൊണ്ട് നബിയിൽ വിശ്വസിക്കുകയും നബിക്ക് ഇറക്കപ്പെട്ട ഖുർആനിനെ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുകയും ചെയ്യണം എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്.
43-ാമത്തെ ആയത്ത് വഅഖീമുസ്സലാത്ത വആത്തുസ്സകാത്ത വർക്കഊ മഅറാക്കിഈൻ. വഅഖീമുസ്സലാത്ത നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണം. വആത്തുസ്സകാത്ത സക്കാത്തിനെ നിങ്ങൾ കൊടുക്കണം. വർക്കഊ നിങ്ങൾ നമസ്കരിക്കണം. മഅറാക്കിഈൻ നമസ്കരിക്കുന്നവരോടുകൂടെ നിങ്ങൾ ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കണം. അല്ലെങ്കിൽ അസ്ഹാബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സഹാബത്തുമായിട്ട് നിങ്ങൾ നമസ്കരിക്കണം. അഖീമുസ്സലാത്ത് നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തൂ. അദ്ദൂ മാ വജബ അലൈക്കും നിങ്ങൾക്ക് നിർബന്ധമാക്കി വെച്ച കാര്യങ്ങളിൽ നിങ്ങൾ പരിപൂർണമായും വീട്ടണം. അതിന്റെ തഫ്സീറാണ് ഞാൻ വായിക്കുന്നത്. അദ്ദൂ മാ വജബ അലൈക്കും മിനസ്സലാത്തി വസ്സക്കാത്ത് നമസ്കാരം സക്കാത്ത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാക്കിയതാണ്. അതെല്ലാം നിങ്ങൾ കൊടുത്തു വീട്ടണം. ശരിക്ക് കൃത്യമായി നമസ്കരിക്കുകയും വേണം. വസല്ലൂ മഅൽ മുസല്ലീന നമസ്കരിക്കുന്നവരുമായി നിങ്ങൾ ജമാഅത്തായിക്കൊണ്ട് നിങ്ങൾ നമസ്കരിക്കണം. അതല്ലെങ്കിൽ നബിയുടെ സഹാബത്തുമായിട്ട് നിങ്ങൾ നമസ്കരിക്കണം. പിന്നെ 44-ാമത്തെ ആയത്ത് ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുന്നു. അമറ എന്ന പേരിൽ നിന്നാണ് തെറുമുറു എന്ന് പറഞ്ഞത്. അമറ കൽപ്പിച്ചു, തെറുമുറു കൽപ്പിക്കും. നീ കൽപ്പിക്കും, തെറുമുറൂന നിങ്ങൾ കൽപ്പിക്കും. അത് ഇസ്തിഫാമാണ്. കൽപ്പിക്കുകയാണോ എന്ന്. അതഅ്മുറൂനന്നാസ ജനങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുകയാണോ? ബിൽബിർരി നന്മ കൊണ്ട് കൽപ്പിക്കുക. വതൻസൗന അൻഫുസക്കും നിങ്ങളെ സ്വയം നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുക. വഅൻതും തത്ലൂനൽ കിതാബ നിങ്ങൾ കിതാബ് പാരായണം ചെയ്യുന്നു. ഏത് നിങ്ങൾ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യുന്നു. ആ നിലയ്ക്ക് ഖുർആനിലുള്ളതിനെ നിങ്ങൾ മറന്നു കളയാം. നിങ്ങൾ നിന്നിട്ട് നിങ്ങളെ മറ്റുള്ളവരോട് നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യാം. അഫലാ തഅഖിലൂൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹു തആല ഈ ജൂതന്മാരുടെ ജൂത പുരോഹിതന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. അവരോട് പറയുകയാണ് അവരെ പേടിപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്. ജനങ്ങളെ നിങ്ങൾ ഖൈറിലേക്ക് ക്ഷണിക്കുകയും വേഗം ഈമാനിലേക്കും ഈമാനി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുക. നന്മയിലേക്കും മറ്റു നന്മകളിലേക്കും നിങ്ങൾ കൽപ്പിക്കുക. എന്നിട്ടോ വതത്റുകൂനഅൻഫുസക്കും നിങ്ങളെ സ്വയം നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ആ ഉപദേശങ്ങളും കൊണ്ടും നിങ്ങൾ ശരിക്ക് കൈകാര്യം ചെയ്യുന്നില്ല. വതത്റുകൂനഅൻഫുസക്കും ഫലാ തുഅ്മിനൂൻ നിങ്ങൾ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കാത്തവരാവുകയും വലാ തഫ്അലൂനൽ ഖൈറ ഖൈറിനെ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുമില്ല. വഅൻതും നിങ്ങൾ തഖറഊനൽ തൗറാത്ത് നിങ്ങൾ തൗറാത്ത് വായിക്കുന്നുണ്ട്, പാരായണം ചെയ്യുന്നുണ്ട്. വഫീഹാ അതിലുണ്ട് സിഫത്ത് മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള വിശേഷണങ്ങളും വ്യക്തമാക്കി എഴുതപ്പെട്ടിട്ടുണ്ട്. അഫലാ തഅഖിലൂൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അന്നദാലിക ഖബീഹ് ഈ പ്രവർത്തനം വളരെ മോശമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതിനെ തൊട്ട് നിങ്ങൾ മടങ്ങുന്നില്ലേ? അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മടങ്ങും. യാതൊരു സംശയവും ഇല്ല. ثم بين تعالى طريق التغلب على الأهواء والشهوات والتخلص من عبد الرياسة وسلطان المال الأفعال. അല്ലാഹു തആല ഇനിയുള്ള ആയത്ത് അടുത്ത ആയത്ത് 45 മുതൽക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ 44 ആയത്തുകൾ എടുത്തു. ഈ 38 മുതൽ 44 ആയത്തുകൾ 44 വരെ. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും പ്രത്യേകമായി ചെയ്യണമെന്നും ഇത് എത്താത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണമെന്ന് വിനീതമായി സാധാരണ പോലെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് മുതൽ എടുക്കുവാനുള്ള നമുക്കെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.